മാധവന്റെ രഹസ്യ പഞ്ചസാര. ഒരു ദിവസം രാവിലെ ചായ കുടിക്കുമ്പോൾ മാധവൻ ഒരു വലിയ തീരുമാനമെടുത്തു. ശ്രീദേവി, ഇന്നു മുതൽ ഞാൻ പഞ്ചസാര ഉപയോഗിക്കില്ല. എനിക്ക് ആരോഗ്യം സംരക്ഷിക്കണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ശ്രീദേവി തന്റെ ഭർത്താവിന്റെ ഈ പുതിയ തീരുമാനം കേട്ട് ആശ്ചര്യപ്പെട്ടു. നല്ല തീരുമാനം മാധവേട്ട, ശ്രീദേവി അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൾ ഉടനെ അടുക്കളയിലേക്ക് പോയി. അവനുവേണ്ടി പഞ്ചസാരയില്ലാത്ത പ്രത്യേക ചായ ഉണ്ടാക്കാൻ അവൾ തീരുമാനിച്ചു. വൈകുന്നേരമായപ്പോൾ ശ്രീദേവി ഒരു കപ്പ് കട്ടൻ ചായയുമായി വന്നു. ഇതാ നിങ്ങളുടെ പഞ്ചസാരയില്ലാത്ത കട്ടൻ ചായ. അവളത് മാധവന് നൽകി. മാധവൻ ആ കപ്പിലേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. ചായയുടെ കൈപ്പോർത്തപ്പോൾ മാധവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. എങ്കിലും ശ്രീദേവി നോക്കി നിൽക്കുന്നതുകൊണ്ട് അവൻ ഒരു സിപ്പ് കുടിച്ചു. കൊള്ളാം, നല്ല ചായ, അവൻ കഷ്ടപ്പെട്ടു പറഞ്ഞു. ഞാൻ പോയി കുറച്ച് ബിസ്ക്കറ്റ് എടുക്കാം എന്നു പറഞ്ഞ് ശ്രീദേവി അടുക്കളയിലേക്ക് നടന്നു. അവൾ പോകുന്നതുവരെ മാധവൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. ശ്രീദേവി കണ്ണിൽ നിന്ന് മറഞ്ഞതും മാധവൻ തന്റെ പോക്കറ്റിൽ കൈയിട്ടു. അവിടെ അവൻ രഹസ്യമായി കരുതിയിരുന്ന ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ ആ പൊതി തുറന്നു. അതിൽ പഞ്ചസാരയായിരുന്നു. ശ്രീദേവി വരുന്നതിനു മുൻപ് അവൻ ആ പഞ്ചസാര മുഴുവൻ കട്ടൻ ചായയിലേക്ക് തട്ടി. ബിസ്ക്കറ്റുമായി തിരികെ വന്ന ശ്രീദേവി കണ്ടത് മാധവൻ വളരെ ആവേശത്തോടെ സ്പൂൺ ഉപയോഗിച്ച് ചായ ഇളക്കുന്നതാണ്. എന്താ ഇത്ര വേഗത്തിൽ ഇളക്കുന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചു. ശ്രീദേവി മേശപ്പുറത്തേക്ക് നോക്കി. അവിടെ പഞ്ചസാര പൊതിഞ്ഞിരുന്ന ചെറിയ കടലാസ് കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ചു. ശ്രീദേവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാധവേട്ട, ഇത് 0 ഷുഗർ അല്ല, ഇത് സീക്രട്ട് ഷുഗറാണ്. മാധവൻ തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടതിൽ ചമ്മിയെങ്കിലും മധുരമുള്ള ചായ ആസ്വദിച്ചു കുടിച്ചു.